إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മത പുലർത്തി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ സമയം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള ആ മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്ത അടിസ്ഥാനരഹിതവും വളരെയധികം കുതന്ത്രപരമായി രൂപപ്പെടുത്തിയതുമാണ് എന്ന് അറിയാതെ തന്നെ മുസ്ലിം സഹോദരങ്ങളായ ആളുകൾ തന്നെ ധാരാളം അതൊരു വലിയ സംഭവമാണ് എന്ന് മനസ്സിലാക്കി
അതിങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പുകളും ഫേസ്ബുക്കുകളും മറ്റുള്ള മീഡിയകളിലുമൊക്കെ മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ കമന്റുകൾ കൊടുത്തിട്ട് ഇതൊരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. അടിസ്ഥാനമില്ലാത്ത, അതിൻ്റെ ഉറവിടം നിരീശ്വരവാദികളിൽ നിന്നായിരിക്കും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു അത്. അഥവാ സുനിത വില്യംസ് എന്ന് പറയുന്ന ആ യാത്രക്കാരി, അവര് സ്പേസ് സ്റ്റേഷനിൽ ഒരുപാട് സമയം അവിടെ കഴിച്ചു കൂട്ടിയല്ലോ. ആ സമയത്ത് അവര് പല ഗ്രന്ഥങ്ങളും വായിച്ചു. പക്ഷെ അതിൽ നിന്നൊന്നും അവർക്ക് മനസ്സിന് സംതൃപ്തി ലഭിച്ചില്ല. അവസാനം അവർ ഖുർആനെ വായിക്കാനെടുത്തു. അതവർക്ക് ഭയങ്കര സമാധാനമായി. അങ്ങനെ പിന്നെ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ആകാശത്ത് നിന്ന് പലതരത്തിലുമുള്ള കാഴ്ചകൾ അവർ കണ്ടു. കുതിരകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ അവർ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അതിശയോക്തിപരമായിട്ടുള്ള, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവരുടെ പേരിൽ വ്യാജമായി ഇറക്കിയ ഒരു വാർത്തയാണ്. ഈ വാർത്ത ഇനി കുറച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനമില്ലാത്തതാണെന്ന് തോന്നും. അപ്പൊ ഈ മാഷാ അല്ലാഹ് പറഞ്ഞ ആളുകളും സുബ്ഹാനല്ലാഹ് പറഞ്ഞ ആളുകളും അവരുടെ ഹൃദയത്തിൽ അതൊരു വൈകല്യമായി, ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ കളിക്കും. കുറച്ചൊക്കെ ഈമാനിക ആവേശമില്ലാത്തവരാണെങ്കിൽ യുക്തിവാദത്തിലേക്ക് പോകുവാനുള്ള വാതില് എളുപ്പമായിരിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ തരത്തിൽ ചെയ്യുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ അറിയുവാൻ നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ പരിശ്രമങ്ങൾ നടത്തിയാലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് അറിയുന്നതിനേക്കാൾ വലിയ ഒരു അറിവ് നമുക്ക് വേറെ ലഭിക്കാനില്ല. ആ ഖുർആനിൽ യഥേഷ്ടം ആയത്തുകളിലൂടെ ആ റബ്ബിനെ നമുക്ക് പല തരത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ച് ബോധ്യപ്പെടാതെ എവിടെങ്കിലും ഒരു മരം മുറിച്ചു കഴിഞ്ഞപ്പോ മുറിന്റെ ഉള്ളില് മുഹമ്മദ് അല്ലെങ്കിൽ അല്ലാഹു അക്ബർ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണോ ഇസ്ലാം? ഇങ്ങനെയാണോ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കണ്ണിന്റെ കാഴ്ചയിൽ ഒരു പക്ഷെ നമുക്ക് ആ ലിപികളൊക്കെ അങ്ങനെ തോന്നിയേക്കാം. അതിന്റെ രഹസ്യവും അതിന്റെ പരസ്യവും ഒക്കെ അറിയുന്നവൻ അല്ലാഹുവാണ്. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ പോണ്ട. തക്കാളി മുറിച്ചാൽ അതിന്റെ ഉള്ളിൽ മുഹമ്മദ് റസൂലുള്ളാഹ്. വേറെ ആരെങ്കിലും മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റിയതൊക്കെ ഇതിൽ കാണലുണ്ട്. അവരുടെ ആദർശവും അവരുടെ വിശ്വാസവും അവർ വിളിക്കുന്ന ആരാധ്യന്മാരുടെ പേരുകളും ഇതുപോലെ പല മരത്തുകളിലും പല കിഴങ്ങുകളിലും പല മീനിൽ വരെ പലതരത്തിലുള്ള എഴുത്തുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു മീഡിയയിൽ കൃത്രിമമായിട്ട് എന്തു നിർമ്മിക്കാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്തു വേണമെങ്കിലും നിർമ്മിച്ചെടുക്കാം. അത് ഫേക്കാണെന്ന് തോന്നാത്ത തരത്തിൽ അതിന്റെ ഒറിജിനാലിറ്റി നിലനിർത്തിക്കൊണ്ട് ആളുകളെ പറ്റിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഇന്ന് വളരെ ലഭ്യമാണ് എന്നിരിക്കെ അതിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ഒരു ഗതികേട് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഇല്ല എന്ന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ തരത്തിലുള്ള ഒരു വാർത്ത, ഒരു ഫോട്ടോ, ഒരു എന്തെങ്കിലും വരുമ്പോ വിശ്വാസികളെ നമ്മൾ അത് എന്ത് ചെയ്യേണ്ട? ആളുകളിലേക്ക് ഇതാണ് ഇസ്ലാം തന്നെയാണ് ശരി എന്നതിന് തെളിവ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇസ്ലാമിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണോ, പറഞ്ഞു കൊടുക്കണോ? എങ്കിൽ നിങ്ങൾ ഇതാ പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ, 6236 ആയത്തുകളും ആ പടച്ചതമ്പുരാൻ, ആ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്താൻ പറ്റിയതാണ്. അതിൽ ഒരുപാട് അത്ഭുതകരായി മനുഷ്യരുടെ മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഉത്ബോധനത്തിന്റെ ശക്തമായിട്ടുള്ള തെളിച്ചം നൽകാൻ പറ്റുന്ന ആയത്തുകൾ ഇഷ്ടം പോലെയുണ്ട്. ആയത്തുകൾ നിങ്ങൾ ആളുകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ആ ദൈവികമായിട്ടുള്ള അതിന്റെ ബോധം അത് നിങ്ങൾ എഴുതി കൊടുത്തോളൂ. അതിൽ തെറ്റുവരൂല, അതിൽ പ്രശ്നമില്ല. പക്ഷെ അത് ഫോർവേഡ് ചെയ്യാൻ ഈ പറയുന്ന അത്ര ആളുകളെ കാണൂല. അവിടെ സുബ്ഹാനല്ലാഹ് കാണൂല, മാഷാ അല്ലാഹ് കാണൂല. അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ ആമുഖമായിട്ട് ഓതി വെച്ച ആയത്ത് സൂറത്ത് ജുമുഅയിലെ, അതിലെ നമ്മൾ സാധാരണ ഓതി കേൾക്കുന്ന ആയത്താണ്. നമുക്കറിയാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. വല്ലാത്ത ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മസലുൽ ലദീന ഹുമ്മിലുത് തൗറാത്ത
തൗറാത്തിന്റെ വാഹകരാവുകയും എന്നിട്ട് അതിനെ വഹിക്കാതിരിക്കുകയും ചെയ്ത ആളുകളുടെ ഉപമ, അവരാരെ പോലെയാണ്, അവരുടെ സ്ഥിതി എന്താണ്? അഥവാ തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്ത് ലഭിച്ചു, പക്ഷെ അത് ലഭിച്ച ആളുകൾ എന്ത് ചെയ്തില്ല? അതിന്റെ എന്താണോ അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം ആ ജനങ്ങൾ ഏറ്റെടുത്തില്ല. ആ ജനതയ്ക്ക് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ, ഈ ദുനിയാവിൽ അവർക്ക് ജീവിക്കേണ്ടുന്ന മുഴുവൻ നിയമങ്ങളും വ്യവസ്ഥിതികളും അതിൽ കൃത്യമായിട്ട് അല്ലാഹു അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ പരിമിതമായ ആ ജനതയ്ക്ക് ആവശ്യമുള്ള എല്ലാ നിയമങ്ങളും വ്യവസ്ഥകളും അതിലുണ്ട്. പക്ഷെ അത് ലഭിച്ച അവരെന്ത് ചെയ്തില്ല? ആ വചനങ്ങളിലേക്ക് അവരിറങ്ങിയില്ല. അവരുടെ അടുത്തൊക്കെ തൗറാത്തുണ്ട്, അവർക്കത് വലിയ കാര്യമാണ്, അവരത് കൂടെ പിടിച്ച് നടക്കും. പക്ഷേ എന്താ റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞതെന്ന് അത് നോക്കിയിട്ടനുസരിച്ച് ജീവിക്കാൻ അവർ കൂട്ടാക്കിയില്ല. ശരിക്കും ആലോചിക്കേണ്ടുന്ന, അള്ളാഹു നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്ന ഒരു ഉപമ, അത് എത്രമാത്രം കൃത്യമാണ്, നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ആയത്ത് നിങ്ങൾ ധാരാളമായിട്ട് ഫോർവേഡ് ചെയ്തോളൂ. ഇത് സൂറത്തു ജുമുഅയിലെ അതിന്റെ 5-ാമത്തെ വചനമാണ്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അവരത് വേണ്ട വിധത്തിലല്ല അതിനെ വഹിച്ചത്, അതിനെ സ്വീകരിച്ചത്, അതിനെ കൂടെ നിർത്തിയത്. പിന്നെ എങ്ങനെയാ അവർ കൂടെ നിർത്തിയത്? ഒരു കഴുത, ആ കഴുതയുടെ ശരീരഭാഗത്ത് എന്തു ഭാരം വെച്ച് കെട്ടിക്കൊടുത്താലും അതിന് താങ്ങുന്നതൊക്കെയും അത് വഹിച്ചും കണ്ടു പോകും. പക്ഷെ എന്താണ് തന്റെ ശരീരത്തിൽ വെച്ച് തന്നത് എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു ആവശ്യം കഴുതക്കില്ല. അതെന്താണെന്ന് മനസ്സിലാക്കേണ്ടുന്ന ആവശ്യം കഴുതയെ സംബന്ധിച്ചിടത്തോളം അതില്ല. പക്ഷെ മനുഷ്യരെ, നിങ്ങൾക്ക് ഒരു ഗ്രന്ഥം ഇറക്കി തന്നിട്ട് ഇതെന്താണ് എന്ന് ആലോചിക്കുവാനുള്ള സാഹചര്യവും മനസ്സും ബുദ്ധിയും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് എന്താ നിങ്ങളത് ചിന്തിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളത് ആലോചിക്കാതിരുന്നത്? നിങ്ങളൊരു കഴുതയെ പോലെ അതിങ്ങനെ കയ്യിലും പിടിച്ച് നടന്നാ മതിയോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഇത് തൗറാത്ത് ലഭിച്ച ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. നമുക്ക് ലഭിച്ചത് പരിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആൻ ലഭിച്ച നമ്മുടെ അവസ്ഥയും ആ തൗറാത്ത് ലഭിച്ച ആ ജനതയുടെ അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചാൽ മതി, സ്വന്തം ആലോചിച്ചാൽ മതി. ഖുർആൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ വേദ വെളിച്ചമാണ്. മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ നമുക്ക് അവതീർണമായ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഓരോ വിഷയത്തിലും അള്ളാഹു അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിന്റെ വിശദീകരണം മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ നമ്മളും ആ ജൂത മൂസാ നബിയുടെ അനുയായികളും തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട് എന്ന് നമ്മൾ മാത്രം സ്വന്തം നഫ്സിനോട് ഒന്ന് ചോദിക്കുക. നമ്മളും അങ്ങനെ തന്നെയാണോ അല്ല എന്ന്. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ട് അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താത്ത ആളുകൾ, ആ തരത്തിലുള്ള അക്രമികളെ അള്ളാഹു ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല എന്നാണ് ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല മറ്റൊരു സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അഅറാഫിലെ അതിന്റെ 179-ാമത്തെ വചനത്തിൽ ഒരു കാര്യം കൂടി ബോധ്യപ്പെടുത്തി. ഇതും നമുക്ക് വളരെ കൂടെ കൂട്ടി വായിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന, പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ, പരിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ, ഈ തരത്തിലുള്ള ആയത്തുകൾ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ ആയത്ത് ഓതിയതിനു ശേഷം അടുത്ത ആയത്ത് ഓതാതിരിക്കുക എന്നതാണ്. അടുത്ത ആയത്ത് ഓതാതിരിക്കുക. എത്ര വരെ? ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സ്വന്തം നഫ്സുമായിട്ടൊന്ന് സംവദിക്കുന്നത് വരെ. സ്വന്തം ശരീരവുമായിട്ട് നമ്മളാണല്ലോ ഓതുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന്, അല്ല 2-3 ആൾക്കാർ, ഒരാൾ ഓതുന്നുണ്ട്, 2-3 ആൾക്കാർ അത് കേൾക്കുന്നുണ്ട്. ഒരാൾ ഓതുകയാണെങ്കിൽ എല്ലാവരും കൂടി കൂട്ടമായിട്ട് ഇരുന്ന് ഓതുക എന്നത് ഖുർആൻ ഓത്തിന്റെ ശരിയായ ഒരു രൂപമല്ല. അഥവാ വീട്ടിലൊക്കെ കേട്ടോ, അപ്പൊ പള്ളിയിൽ നമ്മൾ വന്നിട്ട് ഓരോരുത്തരും നമ്മുടെ സൂറത്തുകൾ ഇരുന്ന് ഓതുന്നത് പോലെയല്ല. ഒരാൾ ഉറക്കെ ഓതുകയാണെങ്കിൽ, വീട്ടിലിപ്പോ ഒരാള് മോനെ ഓതുകയാണെങ്കിൽ ഉപ്പയും ഉമ്മയും ബാക്കി ആരോ വീട്ടിൽ, അവരവിടെ വളരെ സൈലന്റ് ആയിട്ട് അതിരുന്ന് കേൾക്കുക. അതൊരു നല്ല രീതിയാണ് ഖുർആൻ ഓത്തിന്റെ.
നല്ല രീതിയാണത്. അങ്ങനെ കേൾക്കുന്ന ഉപ്പയുമൊക്കെ ഉണ്ട്, കൂടെ 2-3 ആൾക്കാരുണ്ടെങ്കിൽ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഒന്ന് പരസ്പരം ചോദിക്കാം, ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മുടെയൊക്കെ നിലവാരം എത്രയുണ്ട്? സഹോദരങ്ങളെ, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന സ്വഹാബിമാർ, അവർ ഏറ്റവും സംസ്കാരമുള്ള, അള്ളാഹു അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അതൊരു വലിയ ദർജയല്ലേ? ഈ ദുനിയാവിൽ മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദർജയാണത്. അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവർ അള്ളാഹിനെ തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നത്. എന്തതിന്റെ കാരണം എന്നറിയോ? അവര് ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ആ ആയത്തിനെ കുറിച്ച് സ്വയം വിചാരണ, ഒരു സ്വയം വിലയിരുത്തൽ അവർ നടത്തുമായിരുന്നു എന്നാ. അതന്നെയല്ലേ നമുക്കും വേണ്ടത്. നമുക്ക് ഈമാനികമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചൈതന്യം, ഒരു പ്രത്യേകത, ഒരു സുഖം, അത് നമുക്ക് ലഭിക്കുവാനുള്ള പ്രധാന കാരണമാണ് ആയത്തുകൾ ഓതുമ്പോൾ ആ ഓതുന്ന ആയത്തും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നൊന്ന് വിലയിരുത്തുക. അത് വേറെ ആരോടും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റുന്ന, നമുക്ക് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്ന, കൂടുതലാക്കാൻ പറ്റുന്ന, അതെല്ലാത്തിനും പറ്റുന്ന ഒന്നാണ്. അത് ഉണ്ടായിരിക്കണം. നമ്മളും വിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം പേരും അങ്ങനെ വെച്ച് ഒരു മുസ്ലിമായി ജീവിച്ച് 75-80 വയസ്സ് വരെ ജീവിച്ച് അങ്ങനെ മരിച്ചു പോവുക എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അള്ളാഹു നമുക്ക് ഒരു ദിവസത്തെ ആയുസ് അധികം തന്നാൽ ആ ഒരു ദിവസം റബ്ബിനോട് കൂടുതൽ അടുക്കുവാനുള്ളത് എന്തു ചെയ്തു എന്ന് ആലോചിക്കണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ടല്ലേ എഴുന്നേറ്റത്? അൽഹംദുലില്ലാഹില്ലദി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേറ്റത്, അല്ലേ? നമ്മളെ അള്ളാഹുവെ ഒരു ഉറക്കമായ ഒരു മരണത്തിൽ നിന്ന് വീണ്ടും ഒരു ദിവസത്തെ കൂടി അവധി എനിക്ക് തന്ന നിന്നോട് മാത്രമാണ് എൻ്റെ സർവ്വസ്തുതിയും പറഞ്ഞ. അപ്പൊ അങ്ങനെ നമുക്കൊരു ദിവസം കൂടി ആയുസ് തന്നാൽ ആ ഒരു ദിവസത്തിൽ എന്തു നമ്മൾ അധികമായിട്ട് ചെയ്തു? എന്തിനാ നമുക്കൊരു ദിവസം അധികമുള്ള തന്നത്? ഇന്നലത്തെക്കാളും മോശമാവാൻ ഏതായാലും അല്ല, ഇന്നലത്തെ പോലെ ആവാനുമല്ല, അതിനേക്കാൾ എന്തെങ്കിലും ഒന്ന് കൂടുതൽ. അതെങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. ഒരു കൂട്ടം മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു ധാരാളമായി അവർ നരകത്തിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നടക്കുന്ന ആളുകളാണ്. അവർ നരകത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളാണ്. അതിൽ ജിന്നുകളും ഉണ്ട്, മലക്കുകളും ഉണ്ട്, മനുഷ്യരും ഉണ്ട്. എന്താ അവരുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് അവർ നരകത്തിലേക്ക് തന്നെ റെഡിയായി കൊണ്ട് നിൽക്കുന്നത്? നമ്മൾ ആലോചിക്കണം കേട്ടോ. അവർക്ക് അള്ളാഹു എന്ത് കൊടുത്തിട്ടുണ്ട്? അവർക്ക് ഹൃദയങ്ങളുണ്ട്. ഈ മനുഷ്യർക്ക് ഹൃദയം കൊടുത്തിട്ടുണ്ട് അള്ളാഹ്. എന്നാൽ ഈ ഹൃദയം കൊണ്ട് അവന്റെ സ്വർഗം ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവൻ ആലോചിച്ചിട്ടില്ല. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കാര്യവും ആ ഹൃദയം കൊണ്ട് അവൻ ആലോചിക്കുന്നില്ല. അവന് കണ്ണുകൾ കൊടുത്തിട്ടുണ്ട് അല്ലാഹു. അത് ഉപയോഗിച്ച് ആ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടറിയുന്നില്ല. ധാരാളം കണ്ടറിയാനുണ്ട് ദുനിയാവിൽ. കണ്ണ് നമുക്കിങ്ങനെ നടന്നു പോകാനുള്ള ഒരു യന്ത്രമായിട്ട് മാത്രം തന്നതല്ല. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും കണ്ണ് വലിയൊരു ഭാഗമാണ്. ആ കണ്ണിന് ഇത്രയധികം അള്ളാഹു നമുക്ക് നിഅമത്ത് തന്നിട്ട് ആ കണ്ണുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടറിയേണ്ടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള നമ്മളെ ഓർമ്മപ്പെടുത്തി തരിക. ആലോചിക്കുക, നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഈ പറയുന്ന തരത്തിൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്. പിന്നെ പറയുന്നത് എന്താ? വലഹും ആദാനൂൻ, അവർക്ക് ചെവികൾ കൊടുത്തിട്ടുണ്ട്. ആ ചെവികൾ കൊണ്ട് അവർ കാര്യമായിട്ട് കേൾക്കേണ്ടതൊന്നും കേട്ടിട്ടില്ല, അവർ കേട്ട് മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയണം. ഇവിടെ ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത, ഈ ആയത്ത് അവസാനിക്കുമ്പോൾ അല്ലാഹു പറയാ, ഉലൈക കൽ അൻആം. ആരാണ് അവരെന്നറിയോ? അവര് മൃഗങ്ങളെ പോലെയാണ്. ഇതൊക്കെ പറഞ്ഞൊക്കെ മൃഗങ്ങൾക്കുണ്ട്. മൃഗങ്ങൾക്ക് ഇതിനൊന്നും ബാധ്യത അല്ലാഹു കൊടുത്തിട്ടില്ല. ഒന്നിനൊന്നും എന്നാൽ ഇന്ന് വരെ ഒരു മൃഗവും വേറൊരു മൃഗത്തെ ആരാധിക്കുന്നില്ല കേട്ടോ. വേറൊരു മൃഗത്തെ ആരാധിക്കുന്നില്ല ഒരു മൃഗവും. ഒരു പക്ഷികളും മറ്റൊരു പക്ഷി ആരാധിക്കുന്നില്ല.
ആലോചിക്കേണ്ടതാ. ഇന്ന് വരെ മറ്റേതെങ്കിലും പാമ്പുകള്, സർപ്പങ്ങള്, മറ്റേതെങ്കിലും ഒരു സർപ്പത്തെ ആരാധിക്കുന്ന ഒരു ആരാധനാ സംവിധാനം അവർക്കിടയിലില്ല. അതൊന്നും അവർക്കൊരു പാക്കേജാണ്. അവരുടെ ജീവിതത്തിന് അള്ളാഹു അത് ജീവിതത്തിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ആ പാക്കേജ് അനുസരിച്ച് പോവുള്ളൂ. അതിനനുസരിച്ച് അതങ്ങനെ പോകും. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ അള്ളാഹു ഖൽബ് കൊടുത്തു. അതുകൊണ്ട് അവനെ ആലോചിച്ച് മനസ്സിലാക്കുക ഏതാ ശരി ഏതാ തെറ്റ്. അള്ളാഹു അവന് കണ്ണുകൾ കൊടുത്തു. ആ കണ്ണുകൾ കൊണ്ട് അവന് യഥേഷ്ടം അറിയാനുള്ള സാഹചര്യമുണ്ട്. അള്ളാഹു പറയാണ് അവർക്ക് കാതുകൾ കൊടുത്തു. അതുകൊണ്ട് അവര് ആവശ്യമുള്ളത് അവര് കേട്ടു മനസ്സിലാക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവര് മൃഗങ്ങളെ പോലെയാണ്. അല്ല ബൽ ഹും അദൽ, മൃഗങ്ങൾ കുറച്ചും കൂടി മെച്ചണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ആ മൃഗങ്ങളെക്കാൾ മോശമാണ്. ആ മൃഗങ്ങളെക്കാൾ അപ്പുറമാണ്. മൃഗങ്ങളെ ക്വാളിറ്റി പോലും ഈ തരത്തിൽ ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് അത് ഉപയോഗിക്കാത്ത മനുഷ്യന് ഇല്ല. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാണ് ഒരു ശ്രദ്ധയുമില്ലാത്തവർ. ഒരു ശ്രദ്ധയില്ലാതെ അങ്ങനെയാണ് നടക്കും. നാട്ടിൽ എന്ത് നടന്നാലും ഒരു പ്രശ്നമില്ല. എന്തു പ്രശ്നമുണ്ട് അന്തന് നമ്മളിപ്പോ എന്തിനാ അത്? നമ്മളെ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ. അത് പറ്റൂല. സ്വന്തം കാര്യം നോക്കാൻ പാടില്ല. അത് നോക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ സമൂഹ ജീവികളാണ്. മനുഷ്യൻ, ഇൻസാൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും കൂടിയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക വിഭാഗമായിട്ട് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. തനിക്ക് താൻ തോന്നിയായിട്ട്, തനിക്ക് തോന്നിയത് മാത്രമായിട്ട് ഈ ഭൂമി ലോകത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് കൊഴിഞ്ഞാടി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ആശുപത്രിക്ക് എത്താൻ പറ്റൂല. നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ വന്നാണ് എടുത്തുകൊണ്ടുപോകാൻ. അതാണ് സംവിധാനം. അങ്ങനെ അതിന്റെ സബബ് അങ്ങനെയാണ് അള്ളാഹ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എപ്പോഴും പരോപകാരിയും ഈ ബഹുസ്വരതയിലും ഈ മനുഷ്യർക്കിടയിലും നമുക്ക് നിർവഹിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയാണ്, ഈ ഒരു കൂട്ടം ആളുകൾ അല്ലാഹുവിന്റെ ആയത്തുകൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ അതിനെ തള്ളിക്കളയുന്ന ആളുകൾ, ആ ആളുകളുടെ ഒരു അവസ്ഥ കൂടി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരെ കുറിച്ച് പറയാണ്. എന്താണെന്നറിയോ പറയണത്? ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. നമ്മുടെ അല്ലാഹുവിന്റെ വചനങ്ങളെ അതിനെ അങ്ങണ്ട് അത്ര ശ്രദ്ധിക്കാതെ, നേരത്തെ പറഞ്ഞ പോലെ തൗറാത്തിന്റെ ആളുകൾ ഏതൊരു തരത്തിലാണോ അവർ കഴിഞ്ഞുകൂടിയത് അതുപോലത്തെ ഒരു അവസ്ഥ ഈ ഖുർആനിന്റെ ആളുകൾക്ക് ഉണ്ടായാൽ അവരതിനെ അങ്ങണ്ട്, അതൊരു വലിയൊരു വിഷയമൊന്നുമല്ല. ഖുർആൻ നമ്മൾ എന്ന് കാണൽ തുടങ്ങിയതാ? ഓർമ്മച്ച കാലം മുതലേ ഖുർആൻ നമ്മളെ പെരയിലുണ്ട്, നമ്മളെ ടേബിൾമുണ്ട്, നമ്മുടെ ഷോക്കേസിലുണ്ട്, നമ്മുടെ എല്ലായിടത്തും സാധനമുണ്ട്. പക്ഷെ ഇതിന് വേണ്ട തരത്തിൽ നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ അതിനെ കാര്യമാക്കാത്ത ആളുകൾ, അവരുടെ നേരെ അഹന്ത നടിക്കുകയും ചെയ്തവർക്ക് വേണ്ടി ഒരിക്കലും ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കൂല. ആകാശത്തിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കൂല. മരണസമയവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതുബയിൽ അത് പറയാം. റസൂലുള്ള ഒരു മനുഷ്യന്റെ മരണശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത വലിയ ഒരു വിശദീകരണമുള്ള ഒരു ഹദീസാണ്. മലക്കുകൾ റൂഹുമായിട്ട് പോകുമ്പോൾ ഓരോ ആകാശത്തു നിന്നും അവർ ചോദിക്കും, ആരെയാണ് കൊണ്ടുവരുന്നത്? അത് വലിയൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് അത് പറയാം. ഇവിടെ അല്ലാഹു പറയാണ്, ഈ പരിശുദ്ധ ഖുർആനിനെ, ഈ വചനങ്ങളെ വേണ്ട വിധത്തിൽ ഗൗനിക്കാത്ത ആളുകൾ, അതിനെ ഗൗനിക്കാതെ അഹങ്കാരികളായി നടക്കുന്ന ആളുകൾക്ക് അവർക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കൂല. വലാ യദ്ഖുലൂനൽ ജന്ന, അവര് സ്വർഗ്ഗത്തിലും പ്രവേശിക്കൂല. എന്നിട്ട് അല്ലാഹ് പറയാ, ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. എന്താ പറഞ്ഞത്? ഒരു ഒട്ടകം ഒരു സൂചിയുടെ ആ കുഴലിലൂടെ, ആ ദോരത്തിലൂടെ ഒരു ഒട്ടകം ഒരിക്കലും അപ്പുറത്തേക്ക് കടക്കൂലല്ലോ. കണ്ടോ, ഒരു ഉദാഹരണം പറഞ്ഞു കണ്ടോ? മനുഷ്യന്റെ ബുദ്ധിയിൽ ഇതിനേക്കാൾ വലിയൊരു വർത്താനം ഞാൻ അല്ലാഹു പറഞ്ഞു കൊടുക്കാണ്ടോ? ആ സൂചിയുടെ കുഴലിലൂടെ ഒരു ഒട്ടകം അപ്പുറത്തേക്ക് കടക്കൂല, സാധ്യമല്ല, ഒരിക്കലും സംഭവിക്കൂല. എന്നാ അങ്ങനെ തന്നെ ഒരിക്കലും ഈ മനുഷ്യൻ സ്വർഗത്തിൽ കയറൂല. അള്ളാഹുവിന്റെ വചനങ്ങളെ വേണ്ട വിധത്തിൽ സ്വീകരിക്കാതെ അതിനെ മാറ്റിവെച്ച് നടന്ന് ജീവിതം കഴിക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല എന്ന്. എന്നിട്ട് അള്ളാഹു പറയണം, അவ்விதമാണ് നാം കുറ്റവാളികൾക്ക് പ്രതിഫലം നൽകുക.
പരിശുദ്ധ റമദാനിന്റെ ഈ ദിവസങ്ങളിൽ ഈ ആയത്തൊക്കെ ഒന്ന് ഓതിയാല് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കാതെ അടുത്ത ആയത്തേക്ക് പോകരുത്. കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ച് പിന്നെ അടുത്ത ആയത്ത് ഓതിയാൽ മതി. അങ്ങനെ ആലോചനയിലൂടെ ഓതുന്ന ഒരൊറ്റ ഗ്രന്ഥേ ഉള്ളത് ഖുർആൻ മാത്രം. ആലോചനയിലൂടെ ഓതുന്ന ഗ്രന്ഥം. ആ ആലോചനയിൽ നമ്മൾക്ക് പരിവർത്തനം വരണം. ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ വരെ ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെ പരിവർത്തനങ്ങളിലൂടെ ജീവിക്കുമ്പോഴാണ് മലക്കുൽ മൗത്ത് വന്നിട്ട് നിർത്തിക്കാളെ പോവാന്ന് പറയാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് സങ്കടപ്പെടേണ്ടി വരില്ല. കാരണം എന്താ? അവൻ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന പാട് കിടക്കുക. അവന്റെ മേൽ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ അടയൂല. അവന്റെ മേൽ ആ നരകത്തിന്റെ കവാടങ്ങൾ അടഞ്ഞു കിടക്കുക. അവന്റെ മേൽ ആ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കൂല. എങ്ങനെയാണെങ്കിൽ ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റമദാൻ ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ രാവിലെ അതിന്റെ പകലിൽ നോമ്പെടുക്കുക എന്നതുകൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്ന ഒന്നല്ല. അതൊരു വലിയ ഒരു പാഠശാലയാണ് റമദാന്റെ ദിനരാത്രങ്ങൾ. അതിൽ നിന്ന് നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തെക്കാൾ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവെങ്കിലും കൂടുതൽ കിട്ടുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാനിക്കാറായി. അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുക. അവസാനം ഇനി 10 എന്ന് പറയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് റമദാനിലെ ജുമുഅ കഴിഞ്ഞു. പിന്നെ വരുന്ന ദിവസങ്ങളൊന്നും തിരിച്ചു വരാനില്ല. ഒക്കെയും പുതിയ വേറെ മാസത്തിലേക്ക്, അതിന്റെ ശവ്വാലിലേക്ക് പ്രവേശിക്കുക. ആയതുകൊണ്ട് ഈ റമദാൻ നമുക്ക് ലഭിച്ചിട്ടും പരിശുദ്ധ ഖുർആന്റെ വായനയിൽ ഈ തരത്തിലുള്ള മഹാത്ഭുതങ്ങൾ കണ്ടിട്ട് അത് ആളുകൾക്കൊന്ന് എത്തിച്ചു കൊടുക്കാനുള്ള മീഡിയകൾ നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ടായിട്ട് അതൊന്നും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാതെ ആരോ അഡ്രസ് ഇല്ലാതെ അയക്കപ്പെട്ട പല കള്ളക്കഥകളും പല കേസുകളും പലപ്പോഴും നമ്മൾ അറിയാതെ ഇതൊരു വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഫോർവേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അതിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് പടച്ചുവിടുന്നതാണ് എന്ന് നമ്മൾ ബോധ്യമുണ്ടാവണം. പണ്ട് ചന്ദ്രനിലേക്ക് പോയ ഒരാള് പറഞ്ഞോലോ, ഞാൻ അവിടുന്ന് ബാങ്ക് കേട്ടു. ഞാനിവിടുന്ന് ആംസ്ട്രോങ് പറഞ്ഞല്ലോ, ചന്ദ്രനിൽ നിന്ന് ബാങ്ക് കേട്ടു. അല്ലാഹു അക്ബർ. പിന്നുള്ള മൊയ്ലാമാരെ വാഴുതല മുഴുവനും അതാ. എന്തൊരു വെട്ടിത്തരാണ് പറഞ്ഞത്. എന്തെങ്കിലും കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒരു വിഷയം അത് പിന്നോട്ട് അടിച്ച് ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുന്ന ഒരു വിഷയമില്ല. സഹോദരങ്ങളെ, ചന്ദ്രനിലുള്ള ആൾക്കാർക്കല്ല ബാങ്ക്, ഈ ദുനിയാവിലെ ഭൂമിയിലുള്ള ആൾക്കാർക്കാ. അവരുടെ ഒക്ത് നിസ്കരിക്കാനാ. അവിടെ എന്തോ സംവിധാനം ഉണ്ടോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മളത് പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ സത്യാവസ്ഥ അറിയാതെ ഇങ്ങനെ ധാരാളം മിഥ്യയിലൂടെ വ്യാജമായി പടച്ചുവിടുന്ന ഒന്നിന്റെ പിന്നാലെയും പോവരുതെന്ന് അള്ളാന്റെ തക്കീതുണ്ട് കേട്ടോ. അള്ളാന്റെ തക്കീതുണ്ട്. അങ്ങനെ നിങ്ങൾ പോവരുത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും ഇതൊക്കെ നാളെ അള്ളാഹ് ചോദ്യം ചെയ്യും. എന്തൊരടിസ്ഥാനത്തിൽ ഞങ്ങളത് ഉപയോഗപ്പെടുത്തി എന്ന്. ആയതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾക്ക് കഴിഞ്ഞുപോയ നമ്മുടെ നോമ്പുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ദുആകൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ അള്ളാഹു അതിന്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നോമ്പ് നോൽക്കാൻ സാധിക്കാതെ ഫിദിയ കൊടുക്കുന്ന നമ്മുടെ സഹോദരിമാർ, സഹോദരന്മാർ, അള്ളാഹു അവർക്ക് പരിപൂർണ നോമ്പിന്റെ പ്രതിഫലം നൽകി അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. അവസാനത്തെ 10 പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്, പ്രതിഫലം ലഭിക്കുന്ന ഒരു ആരാധനയാണ് ഇഅ്തികാഫ് ഇരിക്കുക എന്നത്. സഹോദരങ്ങളെ, കഴിയുന്ന ആളുകളൊക്കെയും അതിനുവേണ്ടി തയ്യാറാവണം. ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. അതില് ചില കാര്യങ്ങളും അതിന്റെ കൂടെ മനസ്സിലാക്കാനും ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധയോടുകൂടി ഒന്ന് നിങ്ങൾ കേൾക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അവർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്.
കുറെ ആളുകൾ എഴുത്തിക്കാഫിരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ, പാവപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ കയറി വന്നു, പള്ളിയിൽ വന്നു. അവരോട് സലാം പറഞ്ഞു അവിടെ കയറി വന്നിട്ട് പറഞ്ഞു, എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നെ ആരാ ഒന്ന് സഹായിക്കാനുള്ളതെന്ന് ചോദിച്ചു. വലിയ ബുദ്ധിമുട്ടുണ്ട്, ആരാ ഒന്ന് സഹായിക്കാനുള്ളത്? അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൂട്ടിയിട്ട് പുറത്തേക്ക്, ഇയാളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകാൻ നിൽക്കുക. അപ്പൊ അദ്ദേഹത്തോട് മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ഇഅ്തികാഫിലാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഇല്ലേന്ന് ചോദിച്ചു. ഇഅ്തികാഫ് ഇരിക്കുമ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്, ഇഅ്തികാഫിലാന്ന് ഓർമ്മയുണ്ട്. പക്ഷേ എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞത് എനിക്ക് അറിയാം. ഒരു മനുഷ്യൻ വന്ന്, ഒരു സഹോദരൻ വന്ന് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ മുമ്പിൽ പറഞ്ഞിട്ട് അത് സഹായിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ ഇറങ്ങിപ്പോയാൽ, ആ അദ്ദേഹത്തിന്റെ സഹായത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെട്ടാൽ അവനക്ക് 10 വർഷം ഇഅ്തികാഫ് ഇരുന്നതിന്റെ പ്രതിഫലം ഉണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ട്, അയാളെ പ്രയാസത്തിന് വേണ്ടിയിട്ട് ഒന്ന് പോയാൽ, അപ്പൊ അത് വെറുതെ കേട്ടപ്പോൾ ഇത് മറന്നിട്ടാണ്ട് ഇറങ്ങിപ്പോയതല്ല, വലിയൊരു പ്രതിഫലമുള്ള സംഗതിയാണ്. ആ സഹോദരന്റെ പ്രശ്നങ്ങൾക്ക് തീർക്കുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഓരോ ദിവസവും ഇവിടെ ഓരോ വെള്ളിയാഴ്ചയും ജുമാ കഴിഞ്ഞാല് ഒരാളുകൾക്ക് വേഗം പോകേണ്ടതുണ്ടാവും. ആ പോകുന്ന ആളുകൾക്ക് അങ്ങനെ പോകാം. ആ പോകുന്ന പോക്കിൽ അവരുടെ ദിക്റുകളും ദുആകളും അവർ ചെയ്താൽ മതി. അവരുടെ ദിക്റുകൾ فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله فاذكروا الله كثيرا لعلكم تفلحون. ആ നമസ്കാരം കഴിഞ്ഞാൽ, ജുമുഅക്ക് വന്ന ആളുകൾ, നിങ്ങളുടെ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഫള്, നിങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം വേണമെങ്കിൽ പോവാം. എല്ലാവരും കൂടി നീച്ചു പോകണം എന്നല്ല, ആവശ്യം അത്ര ഇല്ലെങ്കിൽ അവർക്ക് ഇവിടെ തന്നെ ഇരിക്കാം, ഇരുന്നിട്ട് അവരുടെ ദിക്റുകൾ തുടങ്ങാം. ഈ ദിക്റുകളൊക്കെ പോകുന്ന ആളുകൾക്ക്, ആവശ്യമുള്ള ആളുകൾക്ക് അവരുടെ വഴിയിൽ അവർ മറക്കരുത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി വിചാരിച്ചിട്ട് ആ ദിക്റുകൾ നിർത്തിയത്, ആ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് പോകാം. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമസ്കാരം കഴിഞ്ഞ പാട്, സഹോദരങ്ങളെ ഇന്നൊരു പ്രശ്നം ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളെ എബിലിറ്റിന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ, എബിലിറ്റിയിലെ സഹോദരന്മാരെ സഹായിക്കാൻ അതിന്റെ ഫണ്ട് നമ്മൾ കളക്ഷൻ എടുക്കുന്ന ദിവസമാണ് കേട്ടോ. ഇപ്പൊ ഹോം കെയറിന്റെ എന്നിപ്പോ അവിടെ വരുമ്പോ തന്നെ ഞാൻ ബോർഡ് കണ്ടു. ആ ബോർഡ് വെച്ച ആളുകൾക്കൊക്കെ വലിയ പ്രതിഫലമുണ്ട്. അത് വെറുതെ ഒരു പണിയെന്ന് വെച്ച് വെക്കേണ്ട, അത് വലിയ പ്രതിഫലമുണ്ട്. അത് ഓർമ്മപ്പെടുത്തുകയാണ്, പറഞ്ഞു കൊടുക്കുക. അത് 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിന്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് അതൊരു ചെറിയ കാര്യമായതുകൊണ്ടല്ല. അപ്പൊ ചില സഹോദരങ്ങൾ ഇങ്ങനെ ആലോചിക്കപ്പോ, സലാം വീട്ടിയ പാടെ നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം പറയണം, അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം, പിന്നെ നമ്മുടെ ദിക്ർ, ഈ ദിക്ർ, ഇതൊക്കെ ഇടയിൽ ഈ ഒരു അനൗൺസ് ഒരു പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടോന്ന് തോന്നും. സ്വാഭാവികമാണ്. കാരണം ആ തോന്നലിന്, ചില പ്രശ്നങ്ങളോ തോന്നൽ വർദ്ധിപ്പിക്കാനൊക്കെ കാരണം ഉണ്ടാവും. കാരണം എന്താ അറിയോ, ഈ വക സംഭവങ്ങൾ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് ഇബ്ലീസ്. ഇങ്ങനത്തെ കാര്യങ്ങൾ, കാരണം ഇത്ര പ്രതിഫലമുള്ള സംഗതിയാ. കൂട്ടരെ, നിങ്ങളടുത്തുള്ളതെന്ന് ഇത് അത്രയും പ്രയാസമുള്ള ടീം ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി നമ്മളിവിടെ പൈസ സ്വീകരിക്കേണ്ടത്, അവർക്ക് എത്തിച്ചു കൊടുക്കും. ഇത് കൊടുക്കുന്ന ആളുകൾ, ഇതിന്റെ ഭാരവാഹികൾ, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവരാദ്യം അതിന് നല്ല, അവരെ കൊണ്ട് കഴിയുന്നൊന്ന് കൊടുത്തിട്ടാണ് മറ്റുള്ളവരെ ഓർമ്മാക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ, അങ്ങനെയാണ് വേണ്ടതും, അങ്ങനെ ആയിരിക്കണം. അപ്പൊ നിങ്ങളൊരു സഹോദരന്റെ പ്രശ്നം അവസാനിപ്പിക്കാൻ നിങ്ങൾ എന്തൊരു പ്രവർത്തനം ചെയ്താലും അത് ചെറുതല്ല. അപ്പൊ അത് 1 മിനിറ്റ് ഒക്കെ ഇപ്പൊ അത് ഉണ്ടാവുള്ളൂ, 1 മിനിറ്റ് ഉണ്ടാവുള്ളൂ ആ ഒരു അനൗൺസ്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ദിക്റുകൾ ചൊല്ലിയാൽ മതി. ദിക്റുകളുമായിട്ട് ഇഅ്തികാഫ് ഇരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇറങ്ങി പോവുകയാണ് ആ മനുഷ്യനേറ്റ്. എന്നിട്ട് പറയാ, എന്റെ ഹബീബ് റസൂലുള്ള പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, അവന് 10 വർഷം ഇഅ്തികാഫ് ഇരുന്നൊരു പ്രതിഫലം ഉണ്ട്. എന്നിട്ട് പറയാ, ഒരാൾ ഒരു ദിവസം ഇഅ്തികാഫ് ഇരുന്നാൽ, ഒരാള് ഒരു ദിവസം, ഒരു ദിവസം ഒരാൾ ഇഅ്തികാഫ് ഇരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന് ഇടയിൽ, അവനെയും നരകത്തിന്റെയും ഇടയിൽ 3 കിടങ്ങുകൾ വിദൂരം ആക്കി കൊടുക്കും. 3 കിടങ്ങുകളുടെ വിദൂരം. ഈ 3 കിടങ്ങുകളെ പറ്റി പറഞ്ഞാൽ, മാ ബൈന ഖാഫിഖീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹദീസിന്റെ അവസാനം വരുന്നത് അവനും നരകവും തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് പറഞ്ഞാൽ അത് കിഴക്കും പടിഞ്ഞാറുമുള്ള അത്ര. ഒരു കിടങ്ങിന്റെ ദൂരം കിഴക്കും പടിഞ്ഞാറും അത്ര ദൂരം അള്ളാഹു അവന് വിദൂരമാക്കി കൊടുക്കും നരകം, ഒരു ദിവസം ഇഅ്തികാഫ് ഇരുന്നാൽ. അപ്പൊ ഇഅ്തികാഫിന്റെ പ്രതിഫലവും അത് ഒരു സഹോദരനെ സഹായിക്കേണ്ട പ്രതിഫലവും, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഇഅ്തികാഫ് ഇരിക്കുന്ന ആൾ ഇഅ്തികാഫ് ഇരിക്കുക. അതിനൊരു പ്രശ്നം വന്നല്ല, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ സഹകരിക്കുക. മറ്റുള്ളവരുടെ ശ്രദ്ധ ഇതാ ഇങ്ങനെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ.
അല്ല, ഈ ദീനിനെ തന്നെ കളവാക്കിയവനെ നീ കണ്ടോ? എന്തേ? പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരാള് സുഖമില്ലാത്ത ഉണ്ടിട്ടോന്ന് അതിന് സഹായിക്കാൻ പറ്റുന്ന ഒരാളോട് പറയാത്തവനെ പറ്റിയിട്ട് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഇന്നൊരാൾക്ക് ഇത് സാധിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ജുമാക്ക് വരുന്നവരുണ്ടാവും. അവരിൽ നിങ്ങൾക്ക് കഴിയുന്നത് സഹായിച്ചോളിട്ടോ എന്ന് പറയല് വലിയ പുണ്യമുള്ള സംഗതിയാ. അതൊരു നിസാര സംഗതിയല്ല. നിസാര സംഗതിയാണെന്ന് പറയുന്നവരും വിചാരിക്കരുത്, കേൾക്കുന്നവരും വിചാരിക്കരുത്. അതൊരു വലിയ കാര്യമാണ്. ഇതിനൊക്കെയും നമുക്ക് മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്ന് മാതൃകയുണ്ട്. അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ വ്യാപ്തി, അള്ളാഹുവിന്റെ പക്കൽ അത് സ്വീകരിക്കപ്പെടുന്നതിന്റെ മഹത്വം വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ സൂചിപ്പിച്ചു വന്നത് ഇഅ്തികാഫ് ഇരിക്കുക എന്നത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അതിന് ഈ അവസാനത്തെ 10 കൂടുതൽ സാധ്യതയുണ്ട്. ആ ദിവസങ്ങളിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ പാരായണം, ദിക്റുകൾ, ദുആകൾ, അധികമായിട്ടുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വലിയ ഇഷ്ടമുള്ള ആളാണ്. നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ പാപം പുറത്തു തരണം കേട്ടോ. റബ്ബിന് വലിയ തൃപ്തിയുള്ള ഒരു ദിക്റാണത്. ആ ദിക്റും വർദ്ധിപ്പിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൂടുതൽ പറയാ, പ്രയാസങ്ങൾ പറയാ. ആ റബ്ബിന്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാ. റബ്ബേ, ഈ റംലാനോട് കൂടിയിട്ട് കഴിഞ്ഞു, അടുത്ത റംലാനിക്ക് എനിക്ക് ചാൻസ് ഉണ്ടോ എന്ന് അറിയുന്നവൻ നീ മാത്രമാണ്. ഉണ്ടെങ്കിൽ ആരോഗ്യത്തോടു കൂടി അള്ളാഹുവെ നോമ്പെടുക്കാനുള്ള ആയുസ്സും ആരോഗ്യം നൽകണേന്നുണ്ട് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിലോ പടച്ചോനെ, ഇല്ലെങ്കിൽ പിന്നെ നോമ്പ് വരുമ്പോ ഞാൻ ഖബറിലേർക്കും, ബർസഖിലേർക്കും. അള്ളാഹുവെ, അവിടുത്തെ സ്ഥിതിക്ക് നീ മാത്രമാണ് സഹായിയായിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ഈ പ്രവർത്തനങ്ങൾ എനിക്ക് ആ ഖബറിൽ ഉപകാരപ്പെടണം അല്ലാ എന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളിലൊക്കെയും കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു നാളെ മഹ്ശറയിൽ നമ്മുടെ കണ്ണുകൾക്ക് കൺകുളിർമയേകുന്ന സന്തോഷം കൊണ്ട് ഒരു വിഭാഗം ആളുകളൊന്ന് തുള്ളിച്ചാടുന്നുള്ള പറഞ്ഞല്ലോ. അങ്ങനെ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങൾ അത് ലഭിക്കുന്ന ആളുകൾ, ഒരു പക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി അറിയാത്ത ആളുകളുണ്ട് അതിൽ. ഇത് കിട്ടുന്നത് ഉപയോഗിക്കുന്ന ആളുകൾ പഠിച്ചോനെ ഇത് തന്നവർക്ക് നീ ദർജ കൊടുക്കുന്നോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പോലും അറിയാത്ത ആളുകളുണ്ട്. അതിന് പോലും ഇല്ലാത്ത, വകതിരിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത അങ്ങനത്തെ ആളുകളെ നമ്മൾ സഹായിക്കുന്നത്. അപ്പൊ ആ സഹായത്തിനുള്ള പ്രാർത്ഥന അത് റബ്ബന്നെയാണ് അതിന്റെ പ്രതിഫലം തരിക. പിന്നെ ചോദിക്കാനും കൂടി അറിയാത്തത്ര ആളുകളുണ്ടെന്നറിയോ, സ്വന്തം ബുദ്ധിയില്ലാത്ത. ഇപ്പൊ കെയർ ഹോമില് പല സന്ദർഭങ്ങളിലും ഞാൻ എൻ്റെ നാട്ടിലുള്ള, എൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ആളുകൾ കെയർ ഹോമിൽ ചെന്നിട്ട് അപേക്ഷ കൊടുത്താൽ എനിക്ക് അവിടുന്ന് വിളി വരും. കാരണം ആ സ്ഥലത്തെ അറിയുന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ നാട്ടിൽ, എൻ്റെ പഞ്ചായത്തിൽ. എന്നിട്ട് പറയും, അങ്ങനെ നിങ്ങളെ നാട്ടിൽ നിന്ന് ഒരാളോട് അപേക്ഷ തന്നിട്ടുണ്ട്, അയാൾക്ക് ഈ കെയർ ഹോമിൽ ചികിത്സ കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും അർഹത ഉള്ളവനാണോ? എന്തെങ്കിലും പാകം ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് നമ്മളിത് കൊടുക്കൂല. കാരണം അവരുടെ സ്വന്തം ചെലവിൽ ചെയ്യണം. ഇതൊന്നും ഇല്ലാത്തവരെയാണ് കെയർ ഹോമിൽ സ്വീകരിക്കുക, അവന് ഇതില്ലാത്ത. അപ്പോഴാ നമ്മൾ അറിയാ നമ്മളടുത്ത് ഇങ്ങനെ ഒരാൾ രോഗിയാണ്. അപ്പൊ നമ്മൾ പോയി അന്വേഷിക്കും ചുറ്റുപാട്, അയാൾ രോഗിയായിട്ട് ഇനി അവിടെ കിടന്നിട്ട് ചികിത്സിക്കണം. അപ്പൊ അയാളുടെ സ്ഥിതി നമ്മൾ പറഞ്ഞു കൊടുക്കും, ആൾക്ക് അതിന് അർഹത ഉണ്ട്. അത്ര ക്ലിയർ ആണ് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന ഈ പണം അവർക്ക് അവിടെ കിടന്ന് അവരുടെ ഭക്ഷണത്തിനും അവരുടെ ചികിത്സക്കും വേണ്ടിയിട്ടാ. നമ്മളറിയില്ല ആരാണ് എന്താണെന്നൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചതിന്റെ അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടത്തിയവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തരത്തിലുള്ള ഒരു കേന്ദ്രത്തിൽ ഒരു രോഗവുമായിട്ട് ചെല്ലുന്നതിൽ അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളറിയാത്ത രോഗങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്ന് വിദൂരമാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا أجر والدنا من النار.